ജമാഅത്ത് സഹാബ, അതാ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ആ സുന്നത്ത് റസൂലുള്ളാഹി വ ജമാഅത്ത് സഹാബ എന്ന് പറയുന്ന ആ കക്ഷികളെ കൂട്ടത്തിൽ നമ്മൾ അടിയോജിക്കുന്നു. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഇനി ഖിയാമം 1-ാം തീയതി വരെയും അതുണ്ടാകും. അത് ആരാണെന്ന് ആർക്കും ചോദിച്ചറിയണ്ട. മാന അലൈഹി വസ്ഹബി, ഞാനും എന്റെ അസ്ഹാബും എന്ത് നിലവിളിച്ചു കൊള്ളുന്നോ അവൻ. ഇനി കുറെ കൂട്ടരെ നമ്മളാ മറ്റേതാന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ അവിടെ നിൽക്കട്ടെ, ഭരണാധികാരികളും കുറച്ച കണ്ണു തുറക്കേണ്ടത്. ഭരണാധികാരികൾ കണ്ണു തുറന്നോളണം. വഖഫ് ബോർഡ് ആർക്കല്ലെന്നാണോ? വഖഫ് സംരക്ഷിക്കാനുള്ളതല്ലേ? വഖഫ് ബോർഡിൽ ഓരോറ്റ നമ്മളെ സുന്നികളാരുമില്ല. ഹജ്ജ് കമ്മിറ്റിയിൽ ഒറ്റൊന്നുമില്ല. ഇതാരുണ്ടാക്കിയത്? നിങ്ങളെ രാഷ്ട്രീയ? നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. നോയിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റൊന്നിന് വോട്ട് കിട്ടുമല്ലോ കേട്ടോ. സുന്നികളെ ചായക്കകത്ത് ഒരൊറ്റൊന്നിനും വോട്ട് കൊടുക്കുന്നു. വേറൊന്നും പറയുന്നില്ല. ഓരോ പുതിയ നമ്മളെ ആള് പോണേ നമ്മളേലാണ് കാണാൻ നമ്മക്ക്. അടുത്ത തെരഞ്ഞെടുപ്പിന് വാ. നിങ്ങളെ മനസ്സിലാക്കണോ? ജനങ്ങളെ മനസ്സിലാക്കണോ? മലപ്പുറത്ത് എന്തായിട്ടെന്ന് മുട്ടിപ്പടിയിൽ ഒരു തങ്ങളുടെ ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും. സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് അവിടെ സ്കൂൾ കൊടുക്കുക. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള്, ഗവൺമെന്റും അനുവദിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. അതൊക്കെ നിങ്ങൾ തുറന്ന് മനസ്സിലാക്കിയാണ്. അതിന്റെ പണി നിങ്ങൾ ഈ കൂടിയ ആളുകൾ തൊള്ളാന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ സ്ഥലത്തും അത് നിങ്ങൾ കാണാം. അതിനാ ഞാൻ പറയുന്നത്. നമ്മക്കാരെയും പേടിയില്ല. അള്ളാഹിന്റെ റസൂലിനെ പേടിച്ച ആരെയുടെ പേടിക്കേണ്ടത്? നമ്മൾ ദുനിയാവിനോട് നിലകൊള്ളുന്നില്ല. അതുകൊണ്ട് ഹക്കിന്റെ മനുഷ്യർ ഹക്കുമല്ല അടിയുറച്ച് നിൽക്കണം എപ്പോഴും. ആ നിരക്ക് അള്ളാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. എന്നാൽ നമ്മക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ ഒരുത്തം പേടിച്ചാൽ സർവ്വസാധു ഓരോ പേടിക്കും. ഓരോരുത്തരെ പേടിക്കേണ്ടി വരും. അങ്ങനല്ലേ ചരിത്രം അന്ന് മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ. ഓരോ ഓലപ്പാമ്പുകളിലും പേടിക്കണ്ട. ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇണങ്ങേറുകൾ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സഹാബത്തും നബിയും എത്ര ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും പദവിപ്പോയോ? കഷ്ണം കഷ്ണമാക്കി മുറിച്ച സഹാബുകൾ ഉണ്ടായിട്ടില്ലേ? അവർ നിലവലേശം പേടിച്ചോ? ഇല്ല. നമ്മളും അതുപോലെ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നമ്മളെ കൂടെ നാഞ്ഞളെ പറയുമ്പോലെ പറയല്ലോ ഇറങ്ങണ്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ നാഞ്ഞളെന്ന് പറഞ്ഞ സാധനം തീരാ. അത് വല്ല ഇമ്പളെ ജാതി അടിച്ചത് കൊണ്ടാണ് അത് കണ്ടേ. നാഞ്ഞ വേർത്തിട്ട് ആരെയും മരിക്കലുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലത്തെ നല്ല വേറെ നിലവാരം. അതുകൊണ്ട് അത് കണ്ടൊന്നും ഇവിടെ പേടിക്കൂല കേട്ടോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഹക്കിന്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ അതിൽ സുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥമായ പേര് പറഞ്ഞാൽ പോരാ. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് പരിപൂർണ്ണ ഈമാൻ കിട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ആക്കി തരട്ടെ. ഇന്ത്യ